ഈ റമദാൻ തുടങ്ങുമ്പോൾ ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഏതാണ്ട് 170ഓളം പിഞ്ച് കുഞ്ഞുങ്ങളുടെ രക്തമടിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ രക്തത്തിൽ അണിയിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പശ്ചാത്തലം, ഈ റമദാനിൻ്റെ പശ്ചാത്തലം സാമ്രാജ്യത്വ ശക്തികൾ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ മരിച്ചുപോയ കുട്ടികളും അല്ലാത്തവരുമായ അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടൊന്നും നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം അവരൊക്കെ യഥാർത്ഥത്തിൽ ശുദ്ധ ഖുർആനിൻ്റെ അധ്യാപന പ്രകാരം വിജയിച്ചവരാണ്. പക്ഷെ നമ്മൾ സങ്കടപ്പെടേണ്ടത് ഇത്തരം കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വിവരങ്ങൾ അറിയുന്നു. അപ്പോൾ അതിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആഹ്ലാദിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും ആഹ്ലാദം വരുന്ന അത്തരം ആളുകളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടണം. നമ്മൾ സഹതപിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ല, ഉപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉപ്പരസമാണല്ലോ. തേനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ മധുരമാണ് തേനിൽ നിന്ന് പ്രതീക്ഷിക്കുക. സൂര്യനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക സൂര്യപ്രകാശമാണ്. അല്ലെ, മനുഷ്യനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക എന്തായിരിക്കും? മനുഷ്യത്വമാണ്. പക്ഷേ ഈ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ മനുഷ്യൻ എന്തായിട്ടാണ് മാറുന്നത്? മൃഗമായി എന്നാണ് നമ്മൾ പറയുക എങ്കിലും അത് തെറ്റാണ്. കാരണം നമുക്കറിയാൻ പറ്റും, വിശപ്പടങ്ങിയ ഒരു സിംഹവും രണ്ടാമതൊരു മുയലിനെ വെറുതെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? വിശപ്പടങ്ങിയ ഏതെങ്കിലും ഒരു പുലി രണ്ടാമതൊരു മാനിനെ വെറുതെ കൊന്നിടുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലല്ലോ. മാത്രമല്ല, ഹിംസ്ര ജന്തുക്കൾ വരെ കൊല്ലുന്നത് വിശപ്പടക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടക്കുരുതികളിൽ, ഇന്ന് തുടങ്ങിയതല്ല, ഈ റമദാനിൽ തുടങ്ങിയതുമല്ല, ഫലസ്തീനിലൊക്കെ നമുക്കറിയാൻ പറ്റും, വിശക്കുന്ന മനുഷ്യരെ കൊല്ലുക. ഇത് വിശക്കുന്ന മനുഷ്യരിങ്ങനെ ഭക്ഷണത്തിന് വരി നിൽക്കുന്ന സമയത്ത് അവരെ കൊല്ലുക. അപ്പോൾ ഹിംസ്ര ജന്തുക്കൾ വിശക്കുമ്പോൾ വിശപ്പടക്കാൻ കൊല്ലുന്നു, പക്ഷെ പിന്നെ കൊല്ലുന്നില്ല. ഇത് പക്ഷെ വിശക്കുന്ന മനുഷ്യരെ കൊല്ലുന്നു. എന്തിനു വേണ്ടി? വിശപ്പടക്കാനല്ല, പിന്നെ എന്തിനു വേണ്ടിയാ? ശല്യം തീർക്കാൻ. ഇതിന് പറയുന്ന പേര് മൃഗീയത എന്നല്ല, ഇതിന് പറയുന്ന പേരാണ് പൈശാചികത എന്ന്. അപ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ ആയി തീരുന്നത് പിശാചായി, മൃഗമായിട്ടല്ല, പിന്നെ എന്തായിട്ടാണ് മാറുന്നത്? പിശാചായിട്ടാണ് മാറുന്നത്. ഈ പൈശാചികത ലോകം ഭരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ദൈവികതയെക്കുറിച്ച് ചില വർത്തമാനങ്ങൾ പറയുന്നത്, അതിന് പ്രസക്തി ഏറുന്നതും അപ്പോഴാണ്.